ആമേൻ, ആമേൻ. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവ് തന്നെ ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ പൊരുളുകൾ ഞങ്ങൾക്ക് തിരിച്ചു തരണമേ. അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കി കൂടുതൽ അങ്ങയോട് അടുക്കുവാൻ, അങ്ങയെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്താട്ട് വചനം സംസാരിപ്പാൻ എഴുവിനെയും ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ദാസനെയും അങ്ങയുടെ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥകരോട് സ്തോത്രം, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. യോബിൻ്റെ പുസ്തകം 42:2. നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. തിമത്തിയോസിൻ്റെ 1 ലേഖനം 6:15. ധന്യനായ ഏകാധിപതി, he who is the blessed and only sovereign. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തെക്കുറിച്ചാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ അവിടുത്തെ കൂടുതൽ സ്നേഹിപ്പാനും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് വിവിധ നിലകളിൽ ചിന്തിക്കുകയുണ്ടായി. ദൈവം ഇച്ഛിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിച്ചതെല്ലാം താൻ ഇച്ഛിച്ചതിനാലാണ്. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഇച്ഛിക്കുന്നു. ദൈവം അത്രയ്ക്കും പരമാധികാരിയായ ദൈവമാണ്. അവിടുന്നാണ് പരമോന്നത ശക്തി അല്ലെങ്കിൽ അധികാരം. ദൈവത്തിൻ്റെ പരമാധികാരം എന്നത് ദൈവം ആരായിരിക്കുന്നോ ആ ദൈവത്തിൻ്റെ സ്വാഭാവികമായ ആ പരിണത ഫലമാണ് ദൈവത്തിൻ്റെ പരമാധികാരം. മുന്നോട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. മറ്റെല്ലാ ശക്തികളെയും അധികാരങ്ങളെയും മറികടക്കുവാൻ കഴിയുന്നത്ര ശക്തനും ആധികാരികനുമാണ് ദൈവം. ഒന്നും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുവാൻ കഴിയുന്നതല്ല. നമുക്ക് മുന്നോട്ട് നമ്മൾ വീണ്ടും ചെറിയ ഇതെന്ന് തോന്നുന്ന, വലിയതെന്ന് തോന്നുന്ന സംഭവങ്ങളിലും ദൈവത്തിൻ്റെ പരമാധികാരം ഉണ്ട്. നേച്ചറിൽ, അതായത് പ്രകൃതിയിൽ ദൈവത്തിൻ്റെ പരമാധികാരം, സൃഷ്ടികളിൽ ദൈവത്തിൻ്റെ പരമാധികാരം, രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ പരമാധികാരം, മനുഷ്യൻ്റെ തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ പരമാധികാരം, ഇതെല്ലാം നാം കണ്ടു. ഉദാഹരണത്തിന് യോസഫിൻ്റെ ജീവിതത്തിൽ നാം കണ്ടത്, സഹോദരങ്ങൾ ദോഷമായി നിരൂപിച്ചതിനെ ദൈവം അതും യോസഫിൻ്റെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും നന്മയ്ക്കായിട്ട് ദൈവം പ്ലാൻ ചെയ്തതായിരുന്നു എന്ന് പിൽക്കാലത്ത് ജോസഫ് പറയുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 50:20 നാം കണ്ടത്. എവ്രി മൈന്യൂട്ട് ഡീറ്റെയിലും ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവത്തിന് അധികാരം മാത്രമല്ല, ശക്തിയും അവകാശവുമുണ്ട്. ദൈവം പരമാധികാരിയാണ്. അവന് അത്രയും ശക്തിയും അധികാരവുമുണ്ട്. ദൈവം നിശ്ചയമായും നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു പ്രവൃത്തിയെയും ലക്ഷ്യത്തെയും വിജയകരമായി തടയാൻ യാതൊന്നിനും കഴിയില്ല. അതിൻ്റെ ഓപ്പോസിറ്റ്, ചില നാളുകളിലേക്ക് പിശാച് തടയുവാൻ ദൈവം അനുവദിക്കുന്ന വിഷയങ്ങളും നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. എങ്കിലും അതും ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലാണ്. ദൈവത്തിൻ്റെ ഈ വാക്യത്തിലാണ് നാം കഴിഞ്ഞ ശനിയാഴ്ച നാം ധ്യാനിച്ച് നിർത്തിയത്. അതായത് ദൈവത്തിൻ്റെ പരമാധികാരം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, എവ്രിഡേ ലൈഫിൽ. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അത്ര മതി. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. അപ്പോൾ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, ദൈവം, അതായത് മനുഷ്യൻ്റെ ജീവനോടുള്ള ബന്ധത്തിൽ, we don't live a second longer than he wills. We don't die a second sooner than he wills.
അതായത് നമ്മുടെ ജീവൻ്റെ മേലും അധികാരമുള്ള ദൈവം. 2, അങ്ങനെയുള്ള ദൈവത്തിന് മുമ്പിൽ നാം ദൈവമക്കൾ എങ്ങനെയായിരിക്കണം? നാം ഏതൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവം അനുവദിച്ചാൽ, ദൈവത്തിൻ്റെ ഹിതമുണ്ടെങ്കിൽ, ഇഫ് ദ ലോർഡ് വിൽസ് വി വിൽ ഡു ദിസ് ഓർ ദാറ്റ്. ഈ ഒരു ബോധ്യത്തോടെ ഒരു ദൈവപൈതൽ ജീവിതത്തെ സമീപിക്കുമ്പോൾ ഒന്നാമത് അവന് ലഭിക്കുന്ന ആ ഉറപ്പ് എന്ന് പറയുന്നത് അവൻ്റെ രക്ഷയിലുള്ള ഉറപ്പാണ്. ജോയ് ഇൻ സാൽവേഷൻ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. നമ്മുടെ രക്ഷയിലുള്ള ഉറപ്പ്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് രക്ഷയിലുള്ള ഉറപ്പ്. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ധൈര്യത്തോട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. വിവിധകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നിശ്ചയമായും അനുവദിക്കും. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആത്യന്തികമായ ദൈവലക്ഷ്യമായ ക്രിസ്തുവിൻ്റെ ോടുള്ള അനുരൂപതയ്ക്ക് വേണ്ടി നമ്മെ നടത്തുന്ന പാതയാണ് ഈ വിശുദ്ധീകരണത്തിൻ്റെ പാത. ആ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ നിശ്ചയമായും വിവിധകരമായ അനുഭവങ്ങൾ ദൈവം അനുവദിക്കും. അതിൻ്റെ നടുവിൽ ധൈര്യത്തോടെ നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മെ രക്ഷിച്ചവൻ ആരാണെന്നും നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇംഗ്ലീഷിലും 4-ാം വാക്യത്തിൽ മലയാളത്തിലും, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, ഹീ ഹു ഹാസ് ബിഗൺ എ ഗുഡ് വർക്ക് ഇൻ യു. അത് രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നാളോളം അത് തികയ്ക്കുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ ഫ്രഷ് അഷ്വറൻസ് നമുക്ക് ആവശ്യമാണ്. അതായത് ദൈവം എനിക്ക് എതിരല്ല, ദൈവം എനിക്ക് അനുകൂലമാണ്. ആ ദൈവം ആരാണെന്നുള്ള ബോധ്യത്തിലൂടെ മാത്രമേ ആ അഷ്വറൻസ് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ എവറി മൈന്യൂട്ട് കാര്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഈ രക്ഷയോടുള്ള ബന്ധത്തിലും അതുതന്നെയാണ്, എവറി മൈന്യൂട്ട് കാര്യങ്ങളും ദൈവത്തിന് നിയന്ത്രണമുണ്ട്. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ തലയിലെ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലരുടെ മുടി എണ്ണാൻ എളുപ്പമാണ് ദൈവത്തിന്. പക്ഷേ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര മുടിയുണ്ടെന്നുള്ള ഒരു ഭക്തൻ പറഞ്ഞതാണ്. ഈ വ്യാഖ്യാനം വചനത്തിൽ നിന്ന് കാണുന്നൊരു വ്യാഖ്യാനമല്ല, പക്ഷേ ഇതൊരു വ്യാഖ്യാനമാണ്. അതായത് എത്ര മുടി എന്നുള്ളതല്ലെന്ന്. ഇപ്പോൾ 1012 മുടി എൻ്റെ തലയിലുണ്ടെന്ന് ദൈവം അങ്ങ് എണ്ണുക, അങ്ങനല്ല. ഒരു മുടി താഴെ വീഴുമ്പോൾ അത് 1011ാമത്തെ മുടിയാണെന്ന് ദൈവത്തിന് അറിയാവും. നമ്മുടെ നാട്ടിലൊക്കെ ഈ പഞ്ചായത്ത് വന്ന് തെങ്ങിന് എണ്ണ വിടും. എത്ര തെങ്ങ് ഈ അയ്യത്തുണ്ട് എന്ന് പറഞ്ഞ് എണ്ണ വിടും. എണ്ണമിട്ട് എഴുതി വെക്കും 22 എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നമ്മുടെ മുടി അപ്രകാരം എണ്ണിയിരിക്കുക. എവ്രി മൈന്യൂട്ട്. നമ്മളൊരു മുടി താഴെ പോയാൽ അത് എടുക്കാൻ നിൽക്കുമോ? അപ്പോൾ പേന പോയാൽ നമ്മൾ എടുക്കും, കാരണം നമുക്ക് അതിനെ ചിലവുള്ളൂ. 5 രൂപയുടെ പേനയാണെങ്കിലും ആ പേന താഴെ വീണുകൊണ്ട് നമ്മൾ എടുക്കും. പക്ഷെ മുടി വീണാൻ എടുക്കുമോ? ഇല്ല. അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞു. പക്ഷെ അതുപോലെ നമ്പർ ഇട്ടേക്കാണ് ദൈവം. എവ്രി മൈന്യൂട്ട് ഡീറ്റെയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ ഹിതമായിരുന്നു പുത്രനെ ക്രൂശിൽ ഏൽപ്പിക്കുക എന്നുള്ളത്. മനുഷ്യൻ്റെ നോട്ടത്തിൽ യഹൂദന്മാരവനെ പിടിച്ചു, റോമാക്കാർക്ക് കൊടുത്തു, റോമാക്കാർ അവനെ ക്രൂശിച്ചു. അല്ല. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 27, 28 വാക്യങ്ങളിൽ അവിടെ നമുക്ക് നമ്മൾ വായിക്കുന്നത്, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹേരോദാവും പൊന്തിയോസ് പീലാത്തോസും, 2 ഗ്രൂപ്പുമുണ്ട്. യഹൂദന്മാരുമുണ്ട്, റോമാക്കാരുമുണ്ട്. ജാതികളും ഇസ്രായേൽ ജനവും, അതായത് ജാതികളായിട്ടുള്ളവരും സ്വന്തം ജനവും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. പക്ഷേ ഇനി അടുത്ത വാക്യമാണ് പ്രധാനം. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിശ്ചിതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. അതാ സത്യം. നേരത്തെ പറഞ്ഞത് മനുഷ്യൻ്റെ കാഴ്ചപ്പാടാണ്. എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് സംഭവിക്കണമെന്നുള്ളത് അവൻ്റെ കൈയും അവൻ്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയുമാണ് സംഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്തുകൊണ്ട് സംഭവിക്കേണ്ടി വന്നു? എന്തുകൊണ്ട് സംഭവിക്കേണ്ടി വന്നു? 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, ദൈവമോ
തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നേ അറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ നിവൃത്തിയാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ നടന്നത്. പക്ഷേ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ്. വൈ? ബിക്കോസ് ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പ്രോമിസസ്. പക്ഷേ എന്തുകൊണ്ട് ആ പ്രോമിസ് അങ്ങനെ കൊടുത്തത്? എന്തുകൊണ്ടാണ് നിവർത്തിക്കേണ്ടി വന്നത്? അവൻ എന്നെ ഓർത്തത് കൊണ്ടാണ്. എല്ലാവരെയും ഓർത്തു എന്ന് പറയുന്നതിനേക്കാൾ അവൻ എന്നെ ഓർത്തത് കൊണ്ടാണ് സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തത്. ഇതാണ് എനിക്ക് രക്ഷയിലുള്ള സന്തോഷം. ദൈവം തൻ്റെ അധികാരത്തിൽ, പരമാധികാരത്തിൽ യഹൂദന്മാരിലൂടെ റോമാക്കാർക്ക് ഏൽപ്പിച്ച് ഈ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചപ്പോൾ അവിടുന്ന് എന്നെ ഓർത്തു. അതാണ് എൻ്റെ സന്തോഷം. ഹല്ലേലൂയ. അതായത് യേശു കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ഈ തോട്ടത്തിൽ നിന്ന്, ഗെത്സമന തോട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഭയവിഹ്വലരായി നിൽക്കുകയാണ്. അവിടെ ധൈര്യത്തോടെ നിൽക്കുന്നവൻ, നിങ്ങൾ ആരെയാ തിരയുന്നു എന്ന് ചോദിച്ചവൻ കർത്താവാ. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ടറിയാം. യാദൃച്ഛികമായിരുന്നില്ല അത്. കാരണം അവിടുന്ന് അവൻ എന്നെ ഓർത്തു. അന്നേരം എന്നെ രക്ഷിക്കുവാനായി ഓർത്തു. അതുകൊണ്ട് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഓടിച്ചിട്ട് പിടിച്ചതല്ല കർത്താവിനെ. എവ്രി ഡീറ്റെയിൽ, അതായത് യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ, ഞാൻ ഈ മത്തായി സുവിശേഷത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, അത് ലൈനിട്ട് വെച്ചിട്ടുണ്ട്. അതായത് പ്രൊഫസി 3-ാം അധ്യായത്തിൻ്റെ 2 മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണിത്. കർത്താവിൻ്റെ വഴി ഒരുക്കി അവനെ പാതനിരപ്പാക്കുവീൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. പ്രവാചകന്മാരോട് പറഞ്ഞതിൻ്റെ എല്ലാം നിവൃത്തിയാണ് യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നടന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ യേശു കർത്താവിൻ്റെ മരണത്തിൽ എവ്രി ഡീറ്റെയിലും നേരത്തെ പ്ലാൻ ചെയ്ത് നിവർത്തിച്ചതേ ഉള്ളൂ. ആമേൻ. അതായത് ഈ അങ്കിക്കായി ചീട്ടിടുന്നത് നേരത്തെ യെശയ്യാ പറഞ്ഞ കാര്യമാണ്. അത് അതുപോലെ നിവർത്തിക്കുകയാണ്. അത് അങ്ങനെ നടക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം ചെയ്തതാണ്, അനുവദിച്ചതാണ്. അതൊരു റാൻഡം ഇവൻ്റ് അല്ല. ആമേൻ. ഇത് ഏത് ഡീറ്റെയിൽ എടുത്താലും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് God was totally in charge of saving my soul. എൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ he was in charge. അതാണ് പുത്രൻ്റെ ജീവിതത്തിലൂടെ അങ്ങനെ ദൈവം അനുവദിച്ചത്. സോ ഇതാണ് സത്യം പറഞ്ഞാൽ ഗോസ്പൽ എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് അബൌട്ട് ക്രൈസ്റ്റ്. ഗോസ്പൽ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ഒരു കാര്യവും ഗോസ്പൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഗോസ്പൽ അഡ്രസ്സ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ഈ ലോക ജീവിതം കൊണ്ട് അവന് പൂർത്തീകരിപ്പാൻ കഴിയാത്ത ഒരേ ഒരു വിഷയമായ പാപത്തിൻ്റെ പരിഹാരമാണ് ഗോസ്പൽ അഡ്രസ്സ് ചെയ്യുന്നത്. അത് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് ആ പാപത്തിൻ്റെ പരിഹാരം പൂർത്തിയായത്. സോ ഐ നീഡ് ദ ഗോസ്പൽ. In order for me to get the gospel, God has to, in his sovereign will, കർത്താവിനെ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ. So no sovereignty, no gospel, no salvation. ദൈവം തൻ്റെ പരമാധികാരത്തിൽ പുത്രൻ തമ്പുരാനെ ഏൽപ്പിച്ചു കൊടുത്തതിലൂടെ സുവിശേഷം, ആ സുവിശേഷത്തിലൂടെ എനിക്ക് രക്ഷ കരഗതമായി. സോ ദൈവത്തിൻ്റെ പരമാധികാരം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, നമ്മുടെ ഉള്ളിൽ ധൈര്യപ്പെടേണ്ട ഒന്നാമത്തെ കാര്യം, അത് എൻ്റെ രക്ഷയിൽ സന്തോഷിപ്പാൻ എന്നെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജോയ് ഇൻ മൈ സാൽവേഷൻ. രണ്ടാമത്തെ കാര്യം ജോയ് ഇൻ ലവ്. ജോയ് ഇൻ ലവ്. ഈ ഭാഗം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ യാക്കോബിൻ്റെ ലേഖനം എഴുതുമ്പോൾ അവർ പീഡനത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളാണ്. അപ്പോൾ when in suffering or persecution, ജീവിതത്തിൽ സഫറിങ്ങിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വിവിധ അനുഭവങ്ങളിലൂടെ കടന്നു പോകും. അതെല്ലാം പെർസിക്യൂഷൻ ആകണമെന്ന് നിർബന്ധമില്ല. ജീവിതത്തിൽ എത്രയോ സഫറിങ്ങിലൂടെ കടന്നു പോകുന്നു. ഒരുപക്ഷെ രോഗമായിരിക്കാം, അല്ലെ ഉറ്റവരുടെ മരണമായിരിക്കാം, ഉറ്റവരുടെ രോഗമായിരിക്കാം. ഇതെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സഫറിങ് ആണ് ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ, പെർസിക്യൂഷനിലൂടെ കടന്നു പോകുമ്പോൾ,
എങ്ങനെ അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും? ദൈവം സോവറിനാണെന്നുള്ള ആ ബോധ്യത്തിലൂടെ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഭക്തന്മാരുടെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അന്ത്രയോസിനെ എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ക്രൂശിലാണ് താൻ മാർട്ടിയറായത്. എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ക്രോസിൽ അവിടെ കിടന്ന് 3 ദിവസം താൻ സുവിശേഷം പറയുകയാണ്. തൻ്റെ അവസ്ഥയെ ഓർത്ത് പ്രാകുകയല്ല, തനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയുകയല്ല. താൻ 3 ദിവസവും അവിടെ സുവിശേഷം പറയുക. എങ്ങനെ? ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാഡ് ഈസ് സോവറിൻ. അപ്പോൾ അതിലൂടെ സുവിശേഷം പറയണമെങ്കിൽ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞേ പറ്റത്തുള്ളൂ. അതായത് പെർസിക്യൂട്ട് ചെയ്യുന്ന വ്യക്തികളോട് നാം സ്നേഹിക്കണമെങ്കിൽ, അവരോട് ക്ഷമിക്കണമെങ്കിൽ, ദൈവം പരമാധികാരിയാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് ആ പരമാധികാരത്തിൻ്റെ ആ ശ്രേഷ്ഠതയിൽ സഹോദരങ്ങളെ തനിക്ക് ഈസി ആയിട്ട് അധികാരമുള്ളത് കൊണ്ട് താൻ സഹോദരനല്ല എന്ന് തന്നെ വെച്ചുകൊണ്ട് തന്നെ ഇവരെ പീഡിപ്പിക്കാം. പക്ഷെ താൻ അത് ചെയ്യുന്നില്ല. അതിന് പകരം തന്നെത്താൻ സഹോദരന് മുമ്പിൽ വെളിപ്പെടുത്തുക. ആമേൻ. അതെന്താണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള കാര്യമാണെന്നുള്ള ബോധ്യം പിൽക്കാലത്ത് തനിക്ക് വെളിപ്പെട്ടപ്പോൾ, പിൽക്കാലത്തല്ല നേരത്തെ തന്നെ വെളിപ്പെട്ടു. കാരണം താൻ ജയിലിലായിരുന്നപ്പോഴും തൻ്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താൻ അന്നേരവും തനിക്ക് എക്സ്ട്രാ കിട്ടിയ ഒരു വെളിപ്പാടാണ്. എനിക്കൊന്ന് കർത്താവിൻ്റെ ദാസനാണ് പറഞ്ഞത്, നേരത്തെ വെളിപ്പാട് പറയുക മാത്രമാണെങ്കിൽ ഇപ്പോൾ വ്യാഖ്യാനപരം കൂടെ തനിക്ക് കിട്ടി. അപ്പോൾ തൻ്റെ മനസ്സ് ദൈവത്തിൽ ഏകാഗ്രമായിരുന്നു. അതുകൊണ്ടല്ലേ പൊത്തിഫേറിൻ്റെ ആ ഭവനത്തിൽ നടന്ന സംഭവത്തിലും താൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാണ് താൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. അപ്പോൾ താൻ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. ദൈവമാണ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതെന്നും ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ടെന്നും തനിക്കറിയാം. ഒരുപക്ഷെ താൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മുഴുവനൊന്നും തനിക്ക് അന്നേരം മനസ്സിലായില്ലെങ്കിലും ദൈവം എന്നെ ചിലത് കാണിച്ചിട്ടുണ്ടെന്നും അത് നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണെന്നും തനിക്കറിയാം. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, ആമേൻ, അതായത് ഇൻകൺവീനിയൻസസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, വിവിധ നിലയിലുള്ള കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പെർസിക്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവം പരമാധികാരിയാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയും. 2 വാക്യങ്ങൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 4:19. ആ വാക്യം എത്രയും മനോഹരമാണ്. നമ്മൾ ചിന്തിച്ചതാണ് ഈ ലേഖനം. അതായത് പീഡനത്തിന് നടുവിൽ കടന്നു പോകുന്ന ദൈവമക്കളെയാണ് പത്രോസും ഉറപ്പിച്ചു നിർത്തുന്നത് തൻ്റെ വചനത്തിലൂടെ. അവിടെ പറയുകയാണ്, ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്യണം. ഡു ഗുഡ് എന്നല്ല പറയുന്നത്. Therefore those who suffer according to the will of God shall entrust their souls to the faithful Creator in doing what is right. നന്മ ചെയ്യുക. യോബിൻ്റെ ജീവിതത്തിൽ തന്നെ താൻ നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്നെ ആക്കിയെടുത്ത് വിശ്വസ്തനായിരുന്നു താൻ. നാമും പീഡനത്തിന് നടുവിലൂടെ, വിവിധ സഫറിങ്ങിന് നടുവിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൂടാ. ഇൻകൺവീനിയൻസസ് ഉണ്ടാകുമ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം മറന്നുകൂടാ. ഡു റൈറ്റ്, ഡു വാട്ട് ഈസ് ഗുഡ്, ബിക്കോസ് ഇതിൻ്റെ മുകളിലായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ കഷ്ടത ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം സംഭവിച്ചത്. അത് എന്ത് കഷ്ടതയാണെങ്കിലും ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവ്, ഫെയ്ത്ത്ഫുൾ ക്രിയേറ്റർ, ആ ദൈവത്തെങ്കിൽ ഭരമേൽപ്പിക്കട്ടെ. 3:17 കണ്ടോ? അവിടെയും പറയുന്നത് ദൈവം ഹിതമാണ് നമ്മൾ കഷ്ടം സഹിക്കണം എന്നത് എങ്കിൽ അത് തിന്മ ചെയ്തിട്ടാകരുത്, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത്
ഏറ്റവും നന്ന്. In other words, suffering is going to come. Either way, suffering is going to come. Especially to those who are committed to doing good. നന്മ ചെയ്യുവാൻ. അതായത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ ദൈവദാസനെയും ദൈവദാസൻ്റെ ഭാര്യയെയും ജാമ്യത്തിൽ വെളിയിൽ വന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ചെയ്ത തെറ്റെന്താ? അവരോട് പറഞ്ഞ കമാൻഡ്മെൻ്റ് അവരനുസരിച്ചതേ ഉള്ളൂ. സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ കമാൻഡ്മെൻ്റ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, കേൾവിക്കാരെ സ്നേഹിക്കാതെ പറയാൻ പറ്റത്തില്ല സുവിശേഷം. അപ്പോൾ അവരോടുള്ള സ്നേഹത്തിൽ, അവർക്ക് നിത്യജീവൻ നഷ്ടമാകരുതെന്നുള്ള ആഗ്രഹത്തിൽ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ അവരുണ്ടെങ്കിൽ അവർ ഈ സുവിശേഷം കേൾക്കണം എന്നുള്ളത് കൊണ്ട് അവരോട് സുവിശേഷം അറിയിക്കുക. ആ നന്മ ചെയ്തതുകൊണ്ട് അവരെവിടെ പോയി? ജയിലിനകത്ത് പോയി. സോ സഫറിങ് ഈസ് ടു കം, എസ്പെഷ്യലി ഡൂയിങ് ഗുഡ്, വെൻ യു ഡു ഗുഡ്. പക്ഷേ പത്രോസ് എന്താ പറയുന്നത് അറിയാവോ? നിങ്ങൾ ഹൃദയത്തിൽ ധൈര്യമുള്ളവരാകണം. കാരണം ഗാഡ് ഈസ് സോവറിൻ ഓവർ യുവർ സഫറിങ്. നിങ്ങൾ കടന്നു പോകുന്ന ഏതു വിധത്തിലുള്ള സഫറിങ് ആയിക്കോ, നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് സഫറിങ് എന്തോന്ന് വിചാരിക്കും. നോ, എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവം അനുവദിച്ച സഫറിങ് ഉണ്ട്, ക്രിസ്ത്യ ജീവിതമായതുകൊണ്ട്. കാരണം ഇതിന് നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും നമ്മൾ മറ്റൊരു സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ആരുടെ സ്വഭാവം എന്നറിയാവോ? നമ്മെ വിളിച്ചവൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ അനുരൂപതയിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുക. സോ സഫറിങ് ഈസ് ടു കം, ഈസ് ഗോയിങ് ടു കം. ബട്ട് യു ഹാവ് ടു ടേക്ക് ഹാർട്ട്, because God is sovereign over your suffering. No suffering befalls you apart from the will of God. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് സഫറിങ്ങും ദൈവത്തിൻ്റെ ഹിതമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കില്ല എന്ന് നിങ്ങൾ ഉറക്കണം. നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഉൾപ്പെടെയാണ്. നമ്മൾ കടന്നു പോകുന്ന ഏത് സഫറിങ്ങും ദൈവഹിതമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. മനസ്സിൽ ഏത് സഫറിങ് കൊണ്ടുവന്നു, അതും ദൈവഹിത പ്രകാരമാണ്. സ്തോത്രം. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഒന്ന് വായിക്കും. അപ്പോൾ നമ്മൾ ഈ സോവറിൻ ഗോഡിനെ സോവറിൻ ഗാഡ് എന്ന് മാത്രമല്ല വിളിക്കുന്നത്, നമ്മൾ എങ്ങനെ വിളിക്കുന്നേ? പിതാവെന്നാണ് വിളിക്കുന്നത്. 4:13 വായിച്ച്. വിശ്വസ്തനായ സൃഷ്ടാവ്. 2 കാര്യം അവിടെ പറഞ്ഞേക്കുന്നത് ദൈവത്തെക്കുറിച്ച്. ഒന്ന്, അവിടുന്ന് നമ്മുടെ പിതാവ്. സോവറിൻ ഗോഡ് മാത്രമല്ല, ഈ സോവറിൻ ഗോഡ് നമ്മുടെ പിതാവ് മാത്രമല്ല, അവൻ എൻ്റെ സൃഷ്ടാവ്. അവൻ എന്നെ വിശ്വസ്തനായ സൃഷ്ടാവ്. ഇതിൽ കൂടുതൽ ധൈര്യം നമുക്ക് ആവശ്യമുണ്ടോ? ഒന്ന്, ഈ സോവറിനിറ്റിയിൽ താൻ ഈ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ അവിടുന്ന് തനിക്ക് അധികാരവും അവകാശവും ശക്തിയും ഉള്ളത് കൊണ്ട് മാത്രം അനുവദിക്കുന്നതല്ല, അവിടുന്ന് എൻ്റെ സൃഷ്ടാവാണ്. 2, അവിടുന്ന് അവൻ്റെ പിതാവായി മാറി, അതുകൊണ്ട് അനുവദിക്കുന്നു. ഹല്ലേലൂയ. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. വിശ്വസ്ത സൃഷ്ടാവിനെ പരമേൽപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസ്തനായ സൃഷ്ടാവിൽ പരമേൽപ്പിക്കട്ടെ. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മളൊരാളെ വിശ്വസ്തനെന്ന് എണ്ണണമെങ്കിൽ നമുക്ക് നല്ല പരിചയം ഉണ്ടല്ലേ പറ്റുള്ളൂ, അല്ല? ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചു. റിയലി. അപ്പോൾ പക്ഷേ ഈ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം. ഒന്ന്, അവൻ എൻ്റെ സൃഷ്ടാവാണ്. 2, അവൻ സൃഷ്ടിച്ചു വിടുക മാത്രമല്ല, അവൻ എന്നെ രക്ഷിച്ചവനാണ്. അവൻ എൻ്റെ പിതാവായി അങ്ങനെ മാറി. ഞാൻ അവൻ്റെ സൃഷ്ടി മാത്രമായിരുന്നു, പക്ഷേ ആ സൃഷ്ടാവ് എൻ്റെ സ്വന്തം പിതാവായി മാറി. അവൻ്റെ ഭവനത്തിലേക്ക് എന്നെ എങ്ങനെ എത്തുന്ന എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത്? തൻ്റെ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം എന്നെ ദത്തെടുത്തു. ഞാനിപ്പോൾ അവൻ്റെ ഭവനത്തിലെ അംഗമാ. അവിടുന്ന് എൻ്റെ പിതാവാണ്. So he is not only a sovereign God, he is my maker. Not only he is my maker, he is my father.
അവൻ എൻ്റെ പിതാവാ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. യു ക്യാൻ ട്രസ്റ്റ് യുവർ സോൾ ടു ഹിം. നമ്മുടെ ആത്മാവിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. നമ്മൾ ഒരു നിക്കക്കള്ളി ഇല്ലാതാകുമ്പോഴാണ്, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാർബറിൻ്റെ അടുത്ത് പോയി തല കാണിക്കും. കാരണം നമുക്ക് തന്നെത്താൻ വെട്ടാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട്. പക്ഷേ അവന് നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. പക്ഷേ അതൊരു പരിധി വരെ അല്ലേ. പക്ഷേ ഒരു ഡോക്ടറുടെ മുമ്പിൽ നമ്മൾ സർജറിക്കോ വല്ലതും പോകേണ്ടി വന്നാലോ നമ്മൾ അറിയുന്ന പോലും ഇല്ല അല്ലേ. നമുക്ക് അവനെയും വിശ്വാസമാണ്. പക്ഷേ ഇവരെല്ലാം ഫെയിലായാലും ഈ ദൈവം ഫെയിലാകത്തില്ല അല്ലേ. ഈ ദൈവം ഫെയിലാകത്തില്ല. സ്തോത്രം. സോ ഇതിന് നടുവിൽ നമ്മെക്കുറിച്ച് എന്താ പറയുന്നത് പത്രോസ്? ഡു ഗുഡ്, നന്മ ചെയ്യുക. ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ദൈവം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായാൽ മതി. 3 കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. 1, അവൻ പരമാധികാരിയാണ്. 2, അവൻ നമ്മുടെ സൃഷ്ടാവാണ്. 3, അവൻ നമ്മുടെ പിതാവായി മാറി. 3-ാമത്തെ കാര്യം, അപ്പം 1, ജോയ് ഇൻ അവർ സാൽവേഷൻ. 2, അതുകൊണ്ട് തന്നെ നമുക്ക് സ്നേഹിക്കാൻ, ജോയ് ഇൻ ലവ്, സ്നേഹിക്കാൻ നമുക്ക് കഴിയും. 3, ജോയ് ഇൻ വിറ്റ്നസിങ്, നാം സാക്ഷിയായി തീരുവാനും ദൈവം പരമാധികാരി ആയതുകൊണ്ട് തന്നെ സാധിക്കും. ദൈവം പരമാധികാരി ആയതുകൊണ്ടാണ്, സത്യം പറയാമല്ലോ, നമ്മുടെ അടുത്ത് അത്രയൊന്നും ദൈവശാസ്ത്രമൊന്നും അറിയത്തൊന്നുമില്ല. ഈ സ്ട്രീറ്റുകളിൽ പോയി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്ക് അത് നമ്മൾ വലിയ പൊങ്ങച്ചം പറയല്ല. നോ, ദേ ഡോണ്ട് ഹാവ് ഇല്ലേ. അവന് ഇപ്പോൾ ഞാൻ തിരുവല്ല ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങിപ്പോകുന്ന റൈറ്റ് സൈഡിൽ മർത്തോമ സേവിക സംഘത്തിൻ്റെ ഒരു പണ്ടത്തെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ. അതിന് മുന്നിൽ ഒരു അപ്പച്ചൻ ഈ മൈക്കും പിടിച്ചോണ്ട്, മറ്റേ ഈ മൈക്കുണ്ട്, ഈ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന മൈക്ക്, അവിടെ നിന്ന് പുള്ളി വിളിച്ച് പറയുന്നത് കേൾക്കാം. യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു രാജാവായി വേഗം വരുന്നു, നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അപ്പോൾ നമ്മൾ പറയും ദൈവശാസ്ത്രപരമായിട്ട് അത് അത്ര ശരിയല്ലല്ലോ എന്ന്. നോ, ഹി ഡസൻ കെയർ. തനിക്ക് അറിയാവുന്നത് താൻ വിളിച്ചു പറയുക. അവിടെ ആര് കേൾക്കുന്നെന്നോ ആര് കേൾക്കുന്നില്ലെന്നോ ഉള്ളത് തനിക്ക് വിഷയമല്ല. ആ സൈക്കിളാണെന്നോ മോപ്പഡാണോ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ താൻ വാക്യങ്ങൾ എഴുതി തൂക്കിയിട്ടുണ്ട്. തനിക്കറിയാവുന്ന താൻ ചെയ്യുക. ജോയ് ഇൻ വിറ്റ്നസിങ്. എങ്ങനെ കഴിയും? തനിക്കറിയാവുന്ന ഇതാണ്, ദൈവം പറഞ്ഞു ഞാൻ ചെയ്യുക. തനിക്ക് വേറെ തൊഴിൽ അറിയാൻ വയ്യായിട്ടൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഹി ഹാസ് എ ജോയ് ഇൻ വിറ്റ്നസിങ്. He know that the sovereign God is there and he is following his commandment. Thus the sovereignty of God, ആ പരമാധികാരത്തിൽ എനിക്ക് സാക്ഷിയാകാനുള്ള ഭയം മാറി. ഫിയർലെസ് വിറ്റ്നസ്. ആ പരമാധികാരത്തിൽ എനിക്ക് സാക്ഷിയാകാനുള്ള ഭയം മാറി. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അതെ, ആമേൻ. വിശേഷത ഉള്ളവർ, നിങ്ങൾ വിശേഷതയുള്ളവർ. അതായത് ഈ കർത്താവിൻ്റെ സാക്ഷിയായി തീരുമ്പോൾ ദൈവസഭയുടെ ആദ്യം മുതൽ തന്നെ എതിർപ്പുകളുണ്ട്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പത്രോസിനെയും യോഹന്നാനെയും തടവിലാക്കുന്നത് കാണാം. പത്രോസ് മഹാപുരോഹിതൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാം. അവരെ ഭീഷണിപ്പെടുത്തി വിട്ടയക്കുന്നത് 4-ാം അധ്യായത്തിൽ കാണാം. അതിനുശേഷം അവരോട് തന്നെ പറയുന്നുണ്ട്, പത്രോസ് യോഹന്നാനും ഈ പുരോഹിതന്മാരോട് പറയുന്നുണ്ട്, ദൈവത്തെക്കാൾ അധികം നിങ്ങൾ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പ് ന്യായമോ എന്ന് വിധിക്കുകയും. 4:19. അതിനുശേഷം അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയാമോ? സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനായ ആകാശം ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലമുണ്ടാക്കിയ നാഥനേ, സോവറൻറ്റി ഓഫ് ഗാഡ്. അവർ വിശ്വസിക്കുന്നു. അത് കാരണം അധികാരികളുടെ മുമ്പിൽ നിന്ന് അവരെ ഭീഷണിപ്പെടുത്തി അടിച്ചു വിട്ടയക്കുമ്പോൾ അവർ പറയുന്നത് ഇതെല്ലാം ശരിയാണ്, ഇതിൻ്റെ മുകളിൽ ഒരു ദൈവമുണ്ട്, അവൻ പരമാധികാരിയായ ദൈവമാണ്.
മത്തായി സുവിശേഷം 10:28-31 വരെയുള്ള വാക്യങ്ങളിൽ, അതായത് ദേഹത്തെ മാത്രമേ അവർക്ക് കൊല്ലാൻ കഴിയത്തുള്ളൂ. പക്ഷെ ദേഹിയെയും ദേഹത്തെയും ഒരുപോലെ കൊന്ന് നിത്യനരകത്തിൽ തള്ളാൻ കഴിയുന്നവനാണ് ഈ പരമാധികാരിയായ ദൈവം. ഇത് പഴയ നിയമത്തിൽ നമുക്ക് കാണാം. രാജാവെ, നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ സേവിക്കുകയില്ല, ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും, പക്ഷേ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല. ദൈവം ആരാണെന്നുള്ള ബോധ്യം. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എന്ത് വീര്യമാണ്? ഇതാ വീര്യം പ്രവർത്തിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതാണ് വീര്യപ്രവൃത്തി, അല്ലേ? ദൈവത്തിന് വേണ്ടി ധൈര്യത്തെ നിൽക്കുന്നതാ. അതിനെ എങ്ങനെ കഴിയും? ദൈവത്തെ അറിഞ്ഞാൽ മതി. അതാണ് നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്, ദൈവം ആരാണ്. സോ അത് നമുക്ക് സാക്ഷിയായി തീരുവാനുള്ള ധൈര്യം നമുക്ക് നൽകിത്തരും. നാലാമത്തെ വിഷയം, ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്നോ നാളെയോ ഒക്കെ പോയി ഞങ്ങൾ ബിസിനസ് ചെയ്യും, ലാഭം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നതേ, അത് എന്തുകൊണ്ടാണ് അവിടെ നിശ്ചിതമായി വിമർശിച്ചിരിക്കുന്നത് പറഞ്ഞാൽ, അല്ലെങ്കിൽ എതിർപ്പ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ദൈവത്തെ കൂടാതെയുള്ള പ്ലാനിങ്. ദൈവത്തെ കൂടാതെയുള്ള പ്ലാനിങ്. അതുകൊണ്ടാണ് അവിടെ ദൈവം എന്ന് പറയുന്ന പോലുമില്ല. പക്ഷേ അവിടെ പ്ലാനിങ്ങിനെതിരല്ല പറയുന്നത്. പ്ലാൻ ചെയ്യണം, പക്ഷെ എങ്ങനെ പ്ലാൻ ചെയ്യണം? ദൈവം അനുവദിച്ചാൽ, ഗോഡ് വില്ലിങ്. അല്ലാതെ എല്ലാം ഒത്തു വന്നാലെന്നോ, ലക്കി ആണെങ്കിലോ, പണം ഒത്തു വന്നാലോ, ലോൺ കിട്ടിയാലോ, ഇങ്ങനൊന്നുമല്ല. ഇഫ് ദ ലോർഡ് വിൽസ്, അതേ ഉള്ളു കണ്ടീഷൻ. ദൈവഹിതമാണേ ബാക്കി എല്ലാ കാര്യങ്ങളും ഒത്തുവരുമെന്നേ. എന്നാൽ ദൈവഹിതമല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചാലും ഒരു കാര്യമില്ല. അങ്ങനെയുള്ളവരെ നോക്കിയാണ് അപ്പോസ്തലനായ യാക്കോബ് അവിടെ പറയുന്നത്. സോ ബൈ ചാൻസ് അല്ല ഒരു ദൈവവേദന ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ആൻഡ് വി ക്യാൻ പ്ലാൻ, ബട്ട് വെൻ വി പ്ലാൻ വി വിൽ സേ, ഇഫ് ദ ലോർഡ് വിൽസ് ഐ വിൽ ലിവ് ആൻഡ് ഡു ദിസ് ഓർ ദാറ്റ്. അപ്പോൾ 4 കാര്യങ്ങളാണ്. അപ്പോൾ സോ നമുക്ക് ദൈവത്തിൻ്റെ ആ ജ്ഞാനത്തിലും, ദൈവത്തിൻ്റെ ശക്തിയിലും, ദൈവത്തിൻ്റെ അധികാരത്തിലും, ദൈവത്തിൻ്റെ ആ പരമാധികാരത്തിലും നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയും നമ്മെ തന്നെ. സോ ദാറ്റ് വിൽ ഗിവ് അസ് കോൺഫിഡൻസ്, പീസ്, അല്ലേ? നമ്മൾ ധൈര്യശാലികളായിരിക്കും, നമുക്കുള്ളിൽ സമാധാനവും ഉണ്ടാകും. കാരണം എനിക്കൊരു സൃഷ്ടാവുണ്ട്, എനിക്കൊരു പിതാവുണ്ട്, അവിടുന്ന് പരമാധികാരിയാണ്. ഹല്ലേലൂയ. ഇതാണ് 4 കാര്യങ്ങൾ. എന്തൊക്കെയായിരുന്നു 4 കാര്യങ്ങൾ? 1, ജോയ് ഇൻ വിറ്റ്നസിങ്. 2, ജോയ് ഇൻ ലവ്, ജോയ് ഇൻ മൈ സാൽവേഷൻ. 2, ജോയ് ഇൻ ലവ്. 3, ജോയ് ഇൻ വിറ്റ്നസിങ്. 4, ജോയ് ഇൻ പ്ലാനിങ്. പ്ലാൻ ചെയ്യാം, പക്ഷേ അത് ഇഫ് ദ ലോർഡ് വിൽസ്. അടുത്തത് നമുക്ക് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ കർത്താവ് അനുവദിക്കുന്ന ആ സമയത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ദൈവം പരമാധികാരിയാണെങ്കിൽ ഹൂ ഈസ് റെഗുലേറ്റിംഗ് ദ അഫയേഴ്സ് ഓൺ ദിസ് എർത്ത് ടുഡേ? ദൈവമാണോ ഡെവിളാണോ? ആരാ സകലത്തെ നിയന്ത്രിക്കുന്നേ? പിശാചാണോ ദൈവമാണോ? നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു ദൈവമാണെന്ന്. പക്ഷേ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് തന്നെ തോന്നാം, ഇത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ആണോ ഈ കാര്യങ്ങൾ നടക്കുന്നേ? ജനറലി ഉള്ള ഒരു കൺസെൻസസ് ആണ്, ദൈവം സ്വർഗത്തിൽ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവൻ, അല്ലേ? നമുക്ക് ദൂരെ, അവിടെ പിന്നെ ആരും ഒന്നും കയറിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഭൂമിയിൽ അങ്ങനെയല്ല. ഇത് പൊതുവിലുള്ളൊരു ചിന്തയാണ്. അതെങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ച് പിന്നെ പറയുന്നത് വെച്ചാൽ, ഡയറക്റ്റ്ലി അല്ല പറയുന്നത്, പ്രവൃത്തിയിലൂടെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കൺട്രോൾ അത്ര പണ്ട് പോരാ. അതിന് പകരം പിശാച് ഒരു അപ്പർ ഹാൻഡ് എടുത്തു എന്നുള്ള നിലയിൽ സംസാരിക്കുന്നവരുണ്ട്. That God reigns supreme in heaven, but our day-to-day ലൈഫിൽ ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണോ?
മനുഷ്യരുടെ പൊതുവെ ഒരു ചിന്ത, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവിൻ്റെ ദാസൻ ഒരു കണക്ക് വായിച്ചല്ലോ. അതായത് ദൈവമില്ല എന്ന് മൂടൻ എൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവർ പണ്ട് തന്നെയുണ്ട്. ഇപ്പോൾ പിശാച് പോലും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ എത്ര ഞാൻ അതിന് പെർസെൻറ്റേജ് ഞാൻ ഓർക്കുന്നില്ല. ക്രിസ്തീയ ലോകത്ത് ദൈവസഭയോടുള്ള ബന്ധത്തിലും അനേക പാസ്റ്റർമാർ രാജിവെച്ചിട്ട് പോവുക ശുശ്രൂഷയുടെ പ്രഷർ കാരണം. അപ്പോൾ അവരെ വിളിച്ചത് ആരാണ് എന്നുള്ള ബോധ്യം എപ്പോഴൊക്കെയോ നഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ ശുശ്രൂഷയിൽ നിന്ന് തന്നെ രാജിവെക്കേണ്ടി വരുന്നത്. മനുഷ്യർ തങ്ങളുടെ ഫിലോസഫി അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ, പഠിപ്പിക്കൽ, അതിലൂടെയൊക്കെ ദൈവത്തെ ദൈനംദിന ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിക്കുക. ദൈവം സകലത്തെയും തൻ്റെ കരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് നിർമ്മിച്ചു. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ ദൈവത്തിൻ്റെ ആ ഇടപെടലില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരിക. പലരും അതുകൊണ്ടല്ലേ ഈ ഭൂമിയെ എന്തോ വിളിക്കുന്നത് അറിയാമോ? മദർ ഗോഡാണോ മദർ നേച്ചറോ? മദർ നേച്ചർ. അതെന്താ, എവിടുന്ന് കിട്ടിയതാ ഈ മദർ നേച്ചർ? പിന്നെ അതുപോലെ അവർ പറയുന്നത് ഭൂമിയിലെ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് ഒരു നിയമത്തിൻ്റെ, അതായത് ലോസ് ഓഫ് നേച്ചർ, പ്രകൃതി നിയമം എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ചിലപ്പം പോലും പറഞ്ഞു കൊടുക്കും, പറയും പ്രകൃതി നിയമം എന്നൊരു നിയമം ഉണ്ടോ? പ്രകൃതി നിയമം ഉണ്ടെങ്കിൽ തന്നെ അത് ആരാണ് ആ നിയമം സ്ഥാപിച്ചത്? ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഒരു മേക്കർ, ഒരു ക്രിയേറ്റർ ഉള്ളതുകൊണ്ടല്ലേ. പക്ഷെ അതുപോലും തിരസ്കരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതായത് സ്വർഗത്തിൽ ദൈവം ഉണ്ടെന്നും അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ അവനാണെന്നും വിശ്വസിക്കാം. അത് ജനറലി കൺസിഡർ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനല്ല. ദൈനംദിന ജീവിതത്തിൽ അവൻ സൃഷ്ടിച്ച മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ മേലുള്ള അവൻ്റെ നിയന്ത്രണത്തെ ആളുകൾ നേരിട്ടും അല്ലാതെയും നിഷേധിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യനൊരു ഫ്രീ ഏജൻ്റാണ്, സ്വതന്ത്ര ജീവിയാണ് എന്ന് നമുക്ക് പൊതുവിലുള്ള അതല്ലേ. അവന് ഇച്ഛയുണ്ട്, ഇച്ഛാശക്തിയുണ്ട്, തീരുമാനം എടുക്കാനുള്ള ശക്തിയുണ്ട്. ദൈവം അവനെ ഒരു റോബോട്ട് പോലും അല്ല. അതെല്ലാം കറക്റ്റാണ്. പക്ഷെങ്കിൽ വേറൊരു കാര്യമുണ്ട്. മനുഷ്യൻ സ്വതന്ത്ര ജീവി ആയതുകൊണ്ട് പൊതുവെയുള്ള ധാരണ എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവൃത്തിക്കനുസരിച്ചാണ് അവന് സക്സസ്സും ഫെയിലിയറും ഉണ്ടാകുന്നത്. ഭാഗ്യവും ഐശ്വര്യവും ലക്ഷ്യസ്ഥാനത്ത് അവൻ എത്തുന്നതുമല്ല എങ്ങനെയാണ്? അവൻ്റെ തീരുമാനത്തിൻ്റെ അനുസരിച്ചാണ്. അവൻ തന്നെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ കർത്താവെന്ന് വിശ്വസിക്കുന്നു. ദൈവമക്കളുടെ ഇടയിലല്ല, പൊതുവിലുള്ള ചിന്തക്കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു തിന്മ വരുമ്പോൾ അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ ഫ്രീ വില്ലുമൊക്കെ ഘോരഘോരം പറയുന്ന ഒരു തിന്മ വരുമ്പോൾ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അത് ആരെല്ലാം ചാരുന്നറിയോ? ഒന്നീ പിശാചിൻ്റെ ചാരും. മിക്കവാറും പിശാചിൻ്റെ അത് ചാരുന്നത്. മനുഷ്യൻ തൻ്റെ സ്വതന്ത്ര ഇച്ഛയിലും തീരുമാനത്തിലും എടുത്ത തിന്മകൾക്ക് പോലും പിശാചിനെ ചാരുന്നത്. മത്തായി 7-ാം അധ്യായത്തിന് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ, മത്തായി 7-ന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, എന്നോട് കർത്താവേ 23-ാമത്തെ വാക്യം, അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. ഈ അധർമ്മം പ്രവർത്തിക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മമല്ലാത്തത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ലോലെസ്നെസ്, നിയമത്തിന് അതീതമായത് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പം അത് പിശാചിനെ പഴിചാരിയിട്ട് കാര്യമുണ്ടോ? അത് മനുഷ്യർ തന്നെ ചെയ്തതാണ്. ലോകത്തേക്ക് നോക്കിയാൽ ഇപ്പോൾ, പ്രത്യേകിച്ചും ഇപ്പോൾ, പാപം അതിൻ്റെ ഏറ്റവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. തിന്മകളുടെ മൂർധന്യ അവസ്ഥയിലാണ് നാം എത്തിയിരിക്കുന്നത്. അനീതിയും അക്രമവും കൊള്ളരുതായ്മയും വർദ്ധിച്ചിരിക്കുന്ന സമയത്താണ് നാം ആയിരിക്കുന്നത്.
മനുഷ്യർ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ദൂഷകന്മാരും അഹങ്കാരികളും ദ്രവ്യാഗ്രഹികളും. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. 2 തിമോഥെയോസ് 3:13 അത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ദൈവം ദൈവമാണോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്? ചോദ്യം വരാം. നമ്മൾ ആദ്യം എടുത്ത വായിക്ക് നമ്മൾ പറഞ്ഞു ദൈവമാണ് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തലമുറ, ദൈവത്തെ നിഷേധിക്കുന്ന തലമുറ, ദൈവത്തെ തിരസ്കരിക്കുന്ന തലമുറ, പാപത്തിൻ്റെ വർധനവ്, അധർമ്മത്തിൻ്റെ വർധനവ്, മനുഷ്യരുടെ സ്വഭാവത്തിൽ ഉള്ള ആ വീഴ്ചകൾ, എവ്രിതിങ് അപ്പിയേഴ്സ് ടു ബി ഔട്ട് ഓഫ് ജോയിൻറ്റ്, അല്ലേ? ഒന്നൊന്നിനോട് ചേരാത്ത അവസ്ഥ. അത് ആത്മീയ ഗോളത്തിലും നമുക്ക് കാണാൻ സാധിക്കും. സോ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും, രാജ്യങ്ങളിലെ അരക്ഷിതാവസ്ഥ, ഒരു നല്ല കാര്യം ചെയ്താൽ പോലും അതിനെ ഏറ്റവും വേഴ്സായിട്ടുള്ള നിലവാരത്തിൽ അവതരിപ്പിക്കുക. അത് ഈ രാജ്യത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു നല്ല കാര്യം ചെയ്തതിനെ ഏറ്റവും വിമർശിക്കുക മാത്രമല്ല, ഏറ്റവും വേഴ്സായിട്ടുള്ള തെറ്റായിട്ടുള്ള, അതായത് തെറ്റാണ്, ഭോഷ്കാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ന്യൂസ് മീഡിയയിലൂടെ അത് പരത്തി വിടുക. അതായത് നിഷ്പക്ഷമായി നിൽക്കുന്ന ജനത്തെ എന്ത് ചെയ്യുകയാണത്? വഞ്ചിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വർധനവ് മാത്രമല്ല, വേറൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവും. രോഗങ്ങളുടെ വർധനവ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെ വർധനവ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ ഇനി ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ തന്നെ അവിശ്വസ്തരാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ദൈവവിശ്വാസിയാണെന്ന് പറയുകയും നോമിനൽ ക്രിസ്ത്യൻസ്, പേരിന് മാത്രം ക്രിസ്ത്യാനികൾ. ലൂക്കോസ് 21:26. ലൂക്കോസ് 21:26. നിർജീവന്മാരായിട്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്ന ഒരു പിടിയില്ല. They look around as if God had no control at all. പിശാചാണോ നിയന്ത്രിക്കുന്നത്? ദൈവമാണോ നിയന്ത്രിക്കുന്നത്? ആത്മീയ ലോകത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ, ക്രിസ്തീയ ലോകത്തേക്ക് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി സുവിശേഷം അറിയിക്കുക, അല്ലേ? 20 നൂറ്റാണ്ടുകളായി സുവിശേഷം അറിയിക്കുക. ക്രിസ്തുവിനെ ഇപ്പോഴും തള്ളിക്കളയുന്നവരുടെ എണ്ണമാണ് വർദ്ധിച്ചിരിക്കുന്നത്, കൂടിയിരിക്കുന്നത്. അതായത് സത്യസുവിശേഷം പറയുന്നവരുടെ ഇടയിൽ ക്രൈസ്റ്റ് ഈസ് സ്റ്റിൽ ഡെസ്പൈസ്ഡ് ആൻഡ് റിജക്റ്റഡ് ഓഫ് മെൻ. അതായത് ക്രൈസ്റ്റ് ഓഫ് ദ സ്ക്രിപ്ചർ, വചനത്തിലെ ക്രിസ്തു. മാത്രമല്ല, പുൾപ്പറ്റുകളിൽ ക്രിസ്തുവിനെ അല്ല പ്രൊക്ലെയിം ചെയ്യുന്നത്, മറ്റു പലതുമൊക്കെയാണ് പ്രൊക്ലെയിം ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ദിവസവും കർത്താനദാസൻ പറഞ്ഞു, ക്രിസ്തുവിനെ ഉയർത്താത്ത പ്രസംഗമല്ല, ക്രൂശിനെ ഉയർത്താത്ത പ്രസംഗമല്ല. പ്രസംഗമാ, പക്ഷെ അത് വചനപ്രകാരമുള്ളതല്ല. അതിന് പറയാൻ ഇപ്പം എന്താ പറയുന്നത്? അതിന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിജയിക്കാം, എങ്ങനെ വിജയിക്കാം, എങ്ങനെ നിങ്ങളുടെ തലമുറയ്ക്ക് വിജയിക്കാം, എങ്ങനെ മാനിക്കപ്പെടാം, എങ്ങനെ വിജയിക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ പുൽപ്പിറ്റുകളിൽ. അതായത് ക്രൈസ്റ്റ് ഈസ് ഡിസോണേഡ് ആൻഡ് ഡിസോൺഡ്. ക്രിസ്തു അവിടെയെങ്ങുമില്ല. ലവോദിക്ക സഭ ആ പീരീഡ് ആയപ്പോഴത്തേന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് വാതിൽക്കിൽ നിന്ന് കർത്താവ് മുട്ടുകയാണെന്ന്, അല്ലേ? ആ അനുഭവമാണിപ്പോൾ.
ക്രിസ്തീയ സഭയിലില്ല. Christ is being dishonored and disowned. More than preaching the true gospel, majority are trying to attract people. നിറയ്ക്കണം, പ്യൂസ് നിറയ്ക്കണം, ചെയർ നിറയ്ക്കണം, റൂം നിറയ്ക്കണം, ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം പാടില്ലേ? നമ്മളല്ല നിറയ്ക്കുന്നത്. അവിടുന്നാണ് സുവിശേഷം പറയാനാണ് നമ്മോട് പറഞ്ഞത്. കർത്താവാണ് തൻ്റെ സഭയോട് ആളെ ചേർക്കുന്നത്. ആത്മാക്കളെ, ആളെ എന്നല്ല, ആത്മാക്കളെ ചേർക്കുന്നത്. അത് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കാര്യമാണ്. അവിടുന്ന് ദിനം പ്രതി ആത്മാക്കളെ തൻ്റെ സഭയോട് ചേർക്കുക. More than preaching the true gospel, majority are trying to attract people by different ways and means. പോക, പ്രസംഗിക്കുന്നിടയിൽ പോക, കളർ മാറുന്നു, ആൾക്കാരുടെ അട്രാക്ഷനേ. അത് പാട്ട് പോലും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഭക്തന്മാർ ഉപയോഗിച്ച പാട്ടുകൾ പോലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷനിൽ നടന്ന DJ പരിപാടി, പഴയകാലത്ത് ഭക്തന്മാർ എഴുതിയ പാട്ട് പോലും ഇപ്പോൾ DJക്ക് ഡാൻസ് കളിക്കാൻ ഇട്ടുകൊടുത്തേക്കുന്ന ഒരു ഇതായിട്ട് മാറി. ആ നിലവാരത്തിലേക്ക് ക്രിസ്തീയ ലോകം മാറിയെന്ന്. യഥാർത്ഥ വിശ്വാസം പരിശോധിക്കപ്പെടുകയാണ്. നമ്മൾ വയ്ക്കും പീഡനം വന്നാലേ പരിശോധന അല്ല, ഇത് ടെസ്റ്റാണ്. ഇങ്ങനൊരു വിഷയം വരുമ്പോൾ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നേ വ്യക്തിപരമായിട്ട്? വാട്ട് ഡിസിഷൻ വിൽ വി ടേക്ക്? ഡു വി സേ നോ ഓർ എന്താ നമ്മൾ പറയുന്നേ? യഥാർത്ഥ വിശ്വാസം പരിശോധിക്കപ്പെടുകയാണ്. യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട്. നീ തന്നെയാണോ വരുവാനുള്ള മശിക, അതോ മറ്റൊരുവന് വേണ്ടി കാത്തിരിക്കണോ? മുന്നോടിയായിട്ട് വിട്ട ആളായി ചോദ്യം ചോദിക്കുന്നത്. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരുണ്ട്. ഞാൻ അസംബ്ലീസുകളിൽ വർഷങ്ങളായിട്ട്, ഞാൻ അദ്ദേഹത്തോട്ടും കുറ്റവും പറയത്തില്ല, വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചൊരു ദേവദാസൻ. അദ്ദേഹം മർത്തോമ സഭയിൽ നിന്ന് പെന്തിക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്ന, എന്നാൽ അവിടുത്തെ കളി, ആ സഭയുടെ പേര് തന്നെ പറഞ്ഞിട്ടാണ് പറയുന്നത്, അവിടുത്തെ കളിയും പൊളിറ്റിക്സും കാരണം അദ്ദേഹം, ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പാസ്റ്ററോട് വിളിച്ച് പറഞ്ഞു, സ്നാനം മർത്തോമ സഭക്കാർ അംഗീകരിക്കുവാണെങ്കിൽ ഞാൻ തിരിച്ച് മർത്തോമ സഭയിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ പറയും അങ്ങനെ ശരിക്കും രക്ഷപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. നോ, ഇവിടുത്തെ കഠിനമായ പൊളിറ്റിക്സ് കാരണം പറഞ്ഞതാണ്. സ്നാനം കൂടെ അവർ അംഗീകരിക്കുവാണെങ്കിൽ ഞാൻ തിരിച്ചു പോകുന്നു. എന്താണെന്നറിയാമോ? ലക്ഷ്യം തെറ്റിയ സഭകളാണ്. ലക്ഷ്യം തെറ്റിയിരിക്കുക. എന്നാൽ മാർട്ടിൻ ലൂതറാണെന്ന് തോന്നുന്നു, അല്ല, ജോൺ കാൽവിൻ എന്ന് പറഞ്ഞൊരു ഭക്തൻ പറഞ്ഞു, കത്തോലിക്ക സഭയ്ക്കകത്തും ഒരു സഭയുണ്ടെന്ന്. എല്ലാ സഭയ്ക്കകത്തും ഒരു ചെറിയ കൂട്ടമുണ്ട്. നമ്മുടെ ആ ചെറിയ കൂട്ടം അല്ലാതെ ആയിത്തീരട്ടെ. എല്ലാവരും ആ യഥാർത്ഥ സഭയ്ക്കകത്താകണം. ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ, ആത്മീയ ഗോളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, യഥാർത്ഥ വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ ദൈവം എവിടെ എന്നുള്ള ചോദ്യം വരാം. ആരാ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്? ചോദ്യം വരാം. യഥാർത്ഥ വിശ്വാസം പരിശോധിക്കപ്പെടും. യഥാർത്ഥ വിശ്വാസികൾ യോഹന്നാൻ ചോദിച്ചതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. Does God see and hear? Is he impotent? അവൻ അശക്തനാണോ? ഓർ ഇൻഡിഫറൻറ്റ്, നിസ്സംഗതയോടിരിക്കുകയാണോ? ദൈവത്തിന് നല്ല ഉദ്ദേശമൊക്കെയാണ് കേട്ടോ, ദൈവം നന്മയെ ചെയ്യത്തുള്ളൂ. പക്ഷേ ദൈവത്തിന് എന്തുകൊണ്ടോ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണോ ദൈവമായിരിക്കുന്നത്? നോ, ഇതെല്ലാം അവൻ്റെ പരമാധികാരത്തിൽ നടക്കേണ്ടതാണ്. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന് ലോകവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നാം തിരിച്ചറിയണം. ഏത് നിലയിലാണ് ഇപ്പോൾ ദൈവം ലോകത്തിൽ ഇടപെടുന്നത്? നമ്മളത് തിരിച്ചത് വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം ഇപ്പോഴും തൻ്റെ ത്രോണിൽ തന്നെ ഉണ്ട്. ദൈവം ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവൻ്റെ നിയന്ത്രണത്തിന് വിരോധമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ആത്മീയഗോളത്തിലും ഈ ലോകത്തിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എന്ന് നമുക്ക് പറയാൻ കഴിയും. ക്രിസ്ത്യാനിറ്റി ഒരു ഫെയിലറാണ് എന്ന് പറയുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ ലോകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് വിരോധമായിട്ടാണെന്നും അതീതമായിട്ടാണെന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലരുടെയും പ്രസംഗങ്ങളും ഉപദേശങ്ങളും കേട്ട് കഴിഞ്ഞാൽ പിശാചാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് തോന്നും. നോ, ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ, ദൈവത്തിൻ്റെ ഇച്ഛയില്ലാതെ പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ പരാജയപ്പെട്ടവനാണ്. അവൻ ആകപ്പാടെ ചെയ്യാൻ കഴിയുന്നത് തന്ത്രങ്ങളാണ്. ഒരു ഭക്തനെ കുറിച്ചൊരു ചിത്രം പറഞ്ഞത്, കാൽവറിയിൽ അവൻ്റെ തലയെ തകർത്തു, പക്ഷേ അനിഹിലേറ്റ് ചെയ്തില്ല. അതായത് എന്താ പറയുന്നത്, നിർമൂലനമാക്കിയിട്ടില്ല അവനെ. അവന് ഒരു പരിധി വരെ പ്രവർത്തിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അതും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാ. അതും വിശുദ്ധീകരണത്തിന് വേണ്ടിയാ. ഈ ശത്രുക്കളെ എല്ലാം, ഇതിൻ്റെ ഒരു നിഴൽ നമുക്ക് പഴയ നിയമത്തിൽ കാണാം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ശത്രുക്കളെ എല്ലാം നിർമൂലമാക്കിയിട്ടല്ല അവരോട് പറഞ്ഞ് ചിലത് അവർ യുദ്ധം ചെയ്ത് തന്നെ ജയിക്കണം. അതിനുവേണ്ടി നിർത്തിയേക്കുന്ന ഒരു കളിപ്പാവയവൻ. ആ നിലയിൽ ശത്രുവിനെ കാണണം. അവന് തന്ത്രങ്ങളുണ്ട്. അവന് ശക്തിയിലൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പിശാചിലൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അവൻ തന്ത്രങ്ങളുണ്ട്, അവന് ശക്തിയുമുണ്ട്. എന്നാൽ ദൈവമാണ് സർവശക്തൻ. അവൻ്റെ മക്കളായ നമുക്ക് നൽകിയിരിക്കുന്ന ശക്തിയുണ്ട്. അത് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അവൻ്റെ ശക്തിയാൽ നമ്മൾ അവൻ്റെ തന്ത്രങ്ങളെ കീഴടക്കിയിരിക്കും. അതുകൊണ്ടാണ് വചനത്തിൽ പഴയ നിയമകാലത്ത് പ്രാവചനികമായ അപ്പോസ്തലൻ ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. ഹല്ലേലൂയ. നീ എൻ്റെ അന്ധകാരത്തെ കത്തിക്കും, നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഹല്ലേലൂയ. അത്തരം വിശ്വാസത്തിൻ്റെ വാക്കുകൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബിക്കോസ് ഹി ഈസ് സോവറൻ. അവൻ്റെ അധികാരത്തിനും പരമാധികാരത്തിനും നിയന്ത്രണത്തിന് വിരോധമായി ഒന്നും സംഭവിക്കത്തില്ല, സംഭവിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് അവനിൽ ആശ്രയിക്കാം. ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരുപക്ഷെ ചോദ്യങ്ങൾ നമ്മൾ ഉയർത്താം. അത് ശരി തന്നെയാണ്. ഹൂ ഈസ് ഇൻ കൺട്രോൾ? ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവമാണ് സകലത്തിൻ്റെ മേലും നിയന്ത്രിക്കുന്നവൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.